ഇൻഫ്ലുവൻസ്ഡ് ആവാറില്ല. ഞാൻ വിളിച്ച ഫോൺ എടുക്കൂല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കൂല. എന്നെ ചില സിനിമയൊക്കെ ഇറങ്ങുന്ന ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ PR ടീം വിളിക്കും, പ്രൊഡ്യൂസേഴ്സ് വിളിക്കും, ആക്ടേഴ്സ് വിളിക്കും. ഞാൻ ഫോൺ എടുക്കൂല. എന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ പുറത്ത് ചാടിക്കരുത്. പിന്നെ 2 തവള പുറത്ത് ചാടിയാ എനിക്ക് പുല്ല. ട്രൂ കോളർ കാണാൻ ആരെ വിളിക്കുന്നത് എടുക്കൂല. കാരണം എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പൈസ വാങ്ങിച്ചുള്ള പരിപാടി അത് ചെയ്യുന്ന ആളുകളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പൈസ വാങ്ങിക്കാറില്ല. എനിക്ക് ആവശ്യത്തിലധികം പൈസ ഗൂഗിൾ തരുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ പൈസ ആവശ്യമില്ല. തമിഴ്നാട്ടിൽ ബ്ലൂസ് ടൈമാറിന്റെ ആദ്യ ദിവസം തന്നെ ഇടുന്നുണ്ട്. ഇതെങ്ങനെ നിയമം ഇന്ത്യയിൽ ഇല്ലെന്നേ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. ഇത് ഒരു ഇല്യൂഷനാണ്. അങ്ങനെ നിയമമില്ല. ഒരു കോടതി ഒരു വിധിയില്ല. അങ്ങനെ കോടതി വിധി നിങ്ങൾ ആരെങ്കിലും എനിക്ക് കാണിച്ചോ? അങ്ങനെ വിധിയില്ല. അങ്ങനെയാ അവൻ ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാണ്. ഹൈക്കോടതിയിൽ പോയ കേസ് ബ്ലാക്ക് മെയിലിംഗ് കേസാണ്. അതായത് കൊച്ചിയിലുള്ള ഒരു PR ടീം പൈസ ആവശ്യപ്പെടുന്ന ബ്ലാക്ക് മെയിലിംഗ് കേസാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള റിവ്യൂ പാടില്ല പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ റിവ്യൂസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, ലോകത്തും വരുന്നുണ്ട്. അത് നിയമം മൂലം നിർത്തലാക്കിയാൽ ഞാൻ ഉൾപ്പെടെ അശ്വിൻ ഉൾപ്പെടെ ആൾക്കാർ ഈ പരിപാടി നിർത്തും, ഇല്ലെങ്കിൽ തുടരും. അല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഇത് നിർത്താൻ പറ്റുന്ന കാര്യമില്ല, നിർത്തുമില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ അതാണ് ഇപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇപ്പം സംഭവിക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസത്തിനനുസരിച്ച് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അത് സർവൈവലുള്ള മനഃശക്തി ഇല്ലെങ്കിൽ, അത് അഭിമുഖീകരിക്കാനുള്ള ഒരു മെന്റൽ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ഒരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ട് സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായി തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഇവൻ ഒരു നടക്കി പോകുകയല്ല. കാരണം കാലം മാറി. അതിനനുസരിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് വേണം, അതിനുള്ള മെന്റൽ സ്ട്രെങ്ത് വേണം. ഇല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റൂല. സാർ ആ കേട്ടതെല്ലാം നേരാണ്.